നിങ്ങൾക്ക് പരിപൂർണ ചന്ദ്രനെ കാണാൻ തോളിൽ കയറേണ്ടതുണ്ടോ, പ്രയാസം അനുഭവിക്കേണ്ടതുണ്ടോ? ഇല്ല നബിയേ. 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഓരോരുത്തർക്കും മേലോട്ട് നോക്കിയാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം കാണാൻ കഴിയുന്ന പോലെ അല്ലാഹു ജല്ല ജലാലുവിനെ നിങ്ങൾ നാളെ കാണുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലിഖാഅ് മനുഷ്യന്റെ ഈ ലോകത്തിന്റെ ലക്ഷ്യമല്ല. നമ്മൾ എന്താവണം കുട്ടിയെ, എഞ്ചിനീയറോ ഡോക്ടറോ പൈലറ്റോ അല്ലെങ്കിൽ ഷിപ്പിന്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഒരു ആർമി ചീഫോ ഒരു സയന്റിസ്റ്റോ ഒക്കെ നമ്മുടെ മക്കൾക്ക് ആവണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ശരിക്കും ആഗ്രഹിക്കേണ്ടത് എന്റെ പടച്ചവനെ എനിക്ക് കാണാൻ യോഗ്യതയുണ്ടായിരിക്കണം. I want to see Allah. I want to look at the radiant face of Allah. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിന്റെ തിരുദാത്തിലേക്ക് നോക്കിയിട്ട് ഹൃദയം മുഖം പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എനിക്കെത്തണം, എന്റെ ലക്ഷ്യം അതാണ്. അങ്ങനെ പറയുന്ന മക്കള്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം. എന്താ ലക്ഷ്യം? എനിക്ക് സ്വർഗത്തിലെത്തണം, എന്റെ ലക്ഷ്യം സ്വർഗലോകമാണ്. ഇവിടം ഇങ്ങനെ തീർന്നു പോകും, ഇവിടം ഇങ്ങനെ ഇന്ന് നാളെ അസുഖം ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഇതങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷേ നാളത്തെ ഒരു ജീവിതമുണ്ട്, അത് അനന്തമാണ്, അത് മരണമില്ലാത്ത ലോകമാണ്. ആ ലോകത്തെനിക്ക് എന്റെ റബ്ബിന്റെ ജിവാറ് ലഭിക്കണം എന്ന് കൊതിക്കുന്ന ഒരു ഹൃദയം, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. അല്ലാഹു നമുക്ക് അതിന്റെ ഭാഗ്യം നൽകട്ടെ. നമ്മളത് ചോദിക്കാൻ പോലും ആരുമില്ല. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി നമുക്ക് കൊതി തന്നു. നിബിധങ്ങൾ കൊതി തരാണ് ഹൃദയങ്ങളിലേക്ക്. ഇതുപോലെ നിബിധങ്ങൾ നമുക്ക് മറ്റൊരു കൊതി തന്നിട്ടുണ്ട്. എന്താണ് ആ കൊതി എന്നറിയുമോ? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ സ്വപ്നത്തിൽ കാണുന്നവർ എന്നെ തന്നെയാണ് കാണുന്നത്. ഫഇന്നഹു ലാ യതമത്തലു ബി ശൈത്താൻ. എന്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല. ഹബീബ് കൊതിപ്പിക്കുകയാണ് നമ്മൾ ഹബീബിനെ കാണാൻ. കൊതിപ്പിക്കല്ലേ, നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കണം എന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ കൊതിപ്പിക്കുകയാണ് റസൂലുള്ളാഹി. മൻ റആനി ഫിൽ മനാമി ഫസയറാനി യഖ്ല. എന്നെ സ്വപ്നത്തിൽ കണ്ടവർ ഹബീബിന്റെ റൂഹാനിയത്ത് കൊണ്ട് യഖ്ലത്തിൽ ഹബീബിനെ കാണാൻ ഭാഗ്യമുള്ളവരായിരിക്കും. അങ്ങനെ ഹബീബിനെ കണ്ട എത്രയോ മഹാന്മാരുണ്ട്. യഖ്ലത്തിൽ തങ്ങളുടെ ഭൗതിക ശരീരമല്ല, തങ്ങളുടെ റൂഹ് ഹബീബായി തങ്ങളുടെ രൂപം പ്രാപിച്ച് മുന്നിൽ വന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായ അലിമീങ്ങളുണ്ട്. ആ മഅനയാണ് ഫസയറാനി യഖ്ലതൻ എന്ന് പറഞ്ഞതിനെന്ന് കൊടുത്ത പണ്ഡിതന്മാർ. അതാണ് അതിനർത്ഥം. പരലോകത്ത് കാണുന്നതും അതിനർത്ഥം തന്നെയാണ്.